ഇതൊരു 7.5 ലിറ്റർ ഉണ്ടാവും കേട്ടോ. 7 ഉള്ളൂ? അത്രേ ഉള്ളൂ. കുറവാണത്. എങ്ങനെ കുറയാണ്ടിരിക്കുക? നിന്നോട് ഞാൻ മണ്ണെണ്ണ ഇങ്ങനെ അളക്കുമ്പോ ഇത് പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നോട് പറഞ്ഞ 10-15 കൊല്ലമായിട്ട് ഞാൻ ചരിച്ച് തന്നെയല്ലേ ഒഴിക്കണത്. എപ്പൊ നോക്കിയാലും മണ്ണെണ്ണ കുറവാണല്ലോ. അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം പിടിക്കണം. എന്നിട്ട് ആ മണ്ണെണ്ണ മുഴുവൻ അതിൽ വാർന്നു പോയതിന്റെ ശേഷം ഒഴിച്ചു കൊടുക്കാവൂ. അന്നൊരു പണിയായി സൂതേട്ട മണ്ണെണ്ണ വളർന്നോ, ഞാൻ അരി മാത്രം കൊടുക്കാം. നീ ഒന്നും ചെയ്യണ്ട. ഞെക്കി കിട്ടുന്ന ശമ്പളം അനക്ക് തരണം മേടിച്ചോട്ട്. മണ്ണെണ്ണ കുറഞ്ഞാലും എന്റെ മെക്കിട്ട് കയറി ഞാൻ എന്ത് ചെയ്യും? അരിയാ കൊടുക്കണില്ലായിരിക്കും. ഒരു പണി ആ മണ്ണെണ്ണ തീരണതിന് മുമ്പേ അവള് കുപ്പി വന്ന് വിട്ടണ്ട. ഇത്തിരി മണ്ണെണ്ണ എടുത്ത് വിട്ടെ. അനക്ക് വേണ്ട മണ്ണെണ്ണ അരിയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എടുക്കണുള്ളൂ. എന്താണ് ഇത്? എന്നാ അതിൽ ഇറങ്ങി നിക്കായില് എന്താണക്ക്? അതിന്റെ മണമുണ്ടല്ല. എന്റെ മണം നീ അണ്ണാക്ക് കാണിക്കാൻ 1 ലിറ്റർ ഒഴിച്ചു തരാം. വലിയ മേടാലി ഇവനെ കൊണ്ട് അവിടെ മാറിയിരിക്കടാ. അനക്ക് മണ്ണെണ്ണയുടെ മണം അത്ര ഇഷ്ടം? എന്റെ സൂതാട്ടാ, ഈ റേഷൻ അരിന്റെയും ഈ മണ്ണെണ്ണന്റെയും ഈ ചാക്കിന്റെ എല്ലാം മണമുണ്ടല്ല. ഇത് സുഖം. അല്ല പണിക്ക് വരുമ്പോട്ട് ഞാൻ ഇരിക്കുന്നത്. നീ അവിടെ മാറി 1 ലിറ്റർ കൂടെ എടുത്തോ. വേണ്ട 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 1/2 ലിറ്റർ എടുത്താൽ ആയിക്കോട്ടെ. നീ ആണ് മാറിയതാണ്. വരാത്തത് വന്നോളും. ആൾക്കാർ മുഴുവൻ നമ്മുടെ നെഞ്ഞത്ത് കയറും. നമ്മളെന്തിനാന്ന് കേൾക്കണ? ഇതിൽ കാണിക്കാതെ കൊടുക്കാൻ പറ്റുമോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ പറഞ്ഞിങ്ങനെ ഇരിക്കരുത്. എനക്കൊന്നും പറ്റിയില്ല. ആൾക്കാരവിടെ ആളെ കൊല്ലാനായിട്ട് വന്നിരിക്കണം. അപ്പൊ ഈ വയസ്സ് കാലത്ത് ആരെങ്കിലും കൂട്ടിയിട്ട് വരണ്ട? എങ്ങനെ ഒറ്റയ്ക്കാ വരിക? എന്റെ പേരിൽ ഇവിടെ കുത്തണ്ടേ? അതന്നെ, അതിന് ആരെങ്കിലും കൂട്ടിയിട്ട് വരണം. ആരുണ്ട്? അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരും. അപ്പൊ ആകെ തലവേദനയാണ്. നമ്പർ നോക്കിട്ട് എന്താ കാര്യം? ഇതിലുണ്ടോ? വന്നില്ല ആ സാധനം. ഇത് റേഞ്ച് ഇല്ല, അതുകൊണ്ട് ഇപ്പൊ അരി എടുക്കാൻ പറ്റില്ലേ. ഞാൻ ഇന്നലെ വന്നപ്പോൾ നീ അത് തന്നെയല്ലേ പറഞ്ഞത്? കുറച്ചേരം വെയിറ്റ് ചെയ്യും. അല്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാ? എന്റെ സുഗത അമ്മ എവിടെ നിന്ന് വരണതാടാ? അറിയാന്നേ. ഇപ്പൊ എന്താ ചെയ്യാനാണത്? അവിടെ ഇരുന്നോളൂ, വരണ വിളിക്കാം. അത് ഇവിടെ ഇരുന്നോട്ടെ. വരുമ്പോ ആദ്യം അമ്മയ്ക്ക് തന്നെ. അത് എന്തായാലും ചെയ്യാം. അവിടെ പോയിരുന്നോളൂ കേട്ടോ. ഗോതമ്പുണ്ട് ചവച്ചിരുന്നോ. നീ നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അതെല്ലാം അവള് വെറുതെ ഇരിക്കുമ്പോ ഒരു ടൈം പാസ് ആത്തേന്ന് ഓർത്താണ്. ഒരു തള്ളേക്ക ഇത് റേഞ്ച് വരുമ്പോഴേക്കും അവര് ചാവൂന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യ നേരെ കളിച്ചാലോ? മിണ്ടാണ്ട് കൊണ്ട് ഇവിടെ മനുഷ്യൻ തലക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് നേരെ കളിക്ക് എളുപ്പാന്ന്. വേറെ ഏണി പാമ്പ് കളിച്ചാലോ? എനിക്ക് വല്ല പ്രാന്തുണ്ടത്? നമ്മളൊക്കെ പെരയിലൊക്കെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വന്ന് കുത്തിരിക്കാൻ വേണ്ട വേണ്ട, നേരെ കളിക്കുക. ഇതല്ലേ വരുന്നത്. വാ ഇരിക്കും. നാലാള് വന്നു കളി തുടങ്ങാം. എന്ത് കളി? നേരെ 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 കളിച്ചാലോ? നീയല്ലേ എന്നെ ഇവിടെ മുന്തിയിട്ടത്? ഓ കാണാം. കണ്ണ് കാണും. എന്റെ സ്ഥലാണത്. താഴെ സുഖതട്ട മുകളില്. എല്ലാവർക്കും അറിയുന്നത്. നിങ്ങൾ എന്തിനു വീണി? അതെന്റെ കുറ്റായിപ്പം. നേരെ കളിക്കാവാ. മോന്റെ വെള്ളം വേണോ? കുടിച്ചോളി. അപ്പൊ ശ്വാസം മുട്ടുണ്ട്. കാല് 2 വേദനയാ. അപ്പൊ മക്കളാരെയും വിട്ടാ പോരെ രസം പിടിക്കാൻ? ആരുമില്ല. ആണോ? ഓരോരോ പെരയിലും കേട്ടി. വേറെ എന്തെങ്കിലും കഴിച്ചിക്കണോ? ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിക്കണോ? വിശപ്പില്ല. ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും റേഞ്ച് ഇല്ലേ? ഇല്ലെന്നേ. ഞാൻ വിളിക്കാം. അവിടെ പോയിരിക്കും. ഒരു മണിക്കൂർ ഞാൻ കാക്കൂട്ടോ. ഒരൊറ്റ മണിക്കൂർ. ഒരൊറ്റ മണിക്കൂറിന്റെ ഉള്ളിൽ എന്റെ റേഞ്ച് വന്നിട്ടില്ലെങ്കിൽ ഈ പൊതുവിതരണ കേന്ദ്രം ഞാൻ കത്തിക്കും. എങ്ങനെ കത്തിക്കാൻ? മണ്ണെണ്ണ മണ്ണെണ്ണ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടെങ്കിൽ കിട്ടണ്ടേ? കത്തിക്കുന്ന കാര്യം പറയാൻ പാടില്ല. ഇത് നമ്മളെ പൊതുവായ ഒരു സ്ഥാപനല്ലേ? എന്താ നടക്കണ്ട? എന്തിട്ടാണ് കാണിക്കുന്നത്? കള്ളു പിടിച്ചിട്ട് ശ്യാമളമ്മല്ലേ? അല്ല, ചത്തിട്ടില്ല എപ്പോഴും. ചോദിക്കരുത്. വന്നോട്ടോ. നെറ്റ് വന്നു. മറിമായം.